என்ன வேணும் சார்? ஒரு பழம் சாப்பிட்டு பார்க்கட்டுமா? சாப்பிடுங்க சார், சாப்பிடுங்க. பார்க்கட்டும். അത് ചോദിക്കാം, അത് ചോദിക്കാം. പറഞ്ഞ ഇയാൾക്ക് മനസ്സിലാവില്ലേ? പൊട്ടൻ. சாப்பாடு 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 കിട്ടി, ഇങ്ങോട്ട് വരാ. എന്റെ പൊന്നെ, നമ്പർ കിട്ടി. ഹരിഹര റെഡ്ഡി എന്ന പേര്. ചന്ദ്രഗിരിയിൽ നിന്ന് ഇയാളും നമ്മുടെ കൂടെ വരും. കറക്റ്റ് സ്പോട്ട് ഇയാൾക്കേ അറിയത്തുള്ളൂ. പിന്നെ അയാളും കൂടെ വരുന്നത് നല്ലതാ. കൊല്ലത്തെ കോട്ടൂർ ബാറാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ബാർ. ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്യുന്ന കോട്ടൂർ നടരാജൻ മുതലാളി എന്താണ് ഈ സ്ലീപ്പർ ക്ലാസിന്റെ ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് പരിങ്ങുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്കെല്ലാം അറിയാം. ഇത് വെച്ചോളൂ. ഭഗവാനെ, ഭഗവതിയെ, നമുക്കെല്ലാം തുറന്നു പറഞ്ഞാലോ? ചവിട്ടി കൂട്ടും ഞാൻ. വേണ്ടല്ലേ? ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് വലിക്കാം. പൊടി വലിക്ക. ഇങ്ങോട്ട് വന്നേ. ആ, അതിന് സമ്മതിച്ചില്ല. അവനെ വിളിക്കാ പോയേ. പഴവല്ലി അകത്താക്കിയിരിക്കുന്നത് ബാത്റൂമിൽ കാണും. ആരെങ്കിലും വരണ്ടോന്ന് നോക്ക്. ഹലോ ഹലോ സ്വാമി, ഞാനാ. സ്വാമി പറഞ്ഞത് അച്ചട്ടായിന്നാ തോന്നണേ. ഒരുത്തൻ ഇതിനകത്ത് കേറിയിട്ടുണ്ട്. ഭയപ്പെടണ്ട, 40-70 ഇടയ്ക്കുള്ള നമ്പറാ പറഞ്ഞോളൂ. 40-നും 70-നും ഇടയ്ക്കാ. 50 പോടോ. 69. രാശി ആ, വിഘ്നങ്ങൾ മലവെള്ളം പോലെ വന്നുകൂടും. ഓ. കരുതലോടെ ഇരിക്കണം. ആ. ഇല്ലെങ്കിൽ ഹലോ ഹലോ, കട്ടായിരുന്നത്. അതെ, ഒന്ന് നിന്നേ. ഞങ്ങൾ എങ്ങോട്ടാ പോണേ? ഒന്ന് പറഞ്ഞേ. അതെന്നോടാ ചോദിക്കുന്നത്? ഞങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് തനിക്കറിയാന്നല്ലേ പറഞ്ഞത്? എന്നാ പറ. പറയട്ടെ. നിങ്ങൾ പോകുന്ന അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഞാനും പോകുന്നത്. നമുക്ക് അവിടെ വെച്ച് കാണാം. മൊത്തം 16 ബാറാ പൂട്ടിപ്പോയത്. എന്തിനാ? മൊത്തം 16 ബാറാ പൂട്ടിപ്പോയത്. പകുതിയെങ്കിലും ഒന്ന് തുറന്നു കിട്ടാൻ വേണ്ടി സകല എരപ്പാളികൾക്കും കാശ് കൊടുത്ത് മുടിഞ്ഞു. അപ്പോഴാ മാടാനി മടത്തിന്ന് പറഞ്ഞത് നാഗമാണിക്യം കൊണ്ട് പൂജാമുറിയിൽ വെച്ചാൽ രക്ഷപ്പെടൂന്ന്. അവിടുന്ന് പറഞ്ഞ അച്ചട്ട് കേസാ. പക്ഷേ ഈ സാധനം ഒന്ന് ഒത്തു കിട്ടണ്ടേ? അപ്പോഴാ രത്നഗിരിയിൽ ഈ സംഗതി ഉണ്ടെന്ന് വിവരം കിട്ടിയത്. ഗുരുദേവനാണ് അങ്ങോട്ടുള്ള പോക്ക. സാറ് ഞങ്ങളെ ഒന്ന് വിട്ടുപിടി. പകരം എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ തരാം. ഇവിടെ ഉണ്ട്, തരും. ഇവിടെ ഉണ്ട്, ഉറപ്പായിട്ട് തരും. എന്റെ ചേട്ടാ, അതാ ഇത് കണ്ടോ? ഇത് വായിച്ചപ്പോൾ തോന്നിയൊരു നേരം പോക്ക് കോട്ടൂർ ബാർ. റിസർവേഷൻ ചാർട്ട് നോക്കിയപ്പോൾ പേരും കിട്ടി. അത്രേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് നോക്കിയോ, ഞാനാ വഴിക്കേയില്ല. അതെ, പിന്നെ ഒരു ഉപദേശം തരാം. കൊള്ള, കൊല, നാഗമാണിക്യം തുടങ്ങിയ ഉഡായിപ്പുകൾക്ക് പോകുന്ന വഴിക്ക് ഇത്തരം നെയിം ബോർഡുകൾ വെക്കാൻ പാടില്ല. ഓക്കേ? എത്ര തവണ ഞാൻ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്തെ? അടുക്കളയിലാണ്, ഒരു സാധനവും ഇല്ല. ഞാൻ സിം മാറ്റി, ഇതാണ് പുതിയ നമ്പർ. ഇങ്ങനെ സിം മാറ്റി വീട് മാറ്റി എത്ര നാൾ ജീവിക്കും? പിന്നെ എന്തിനാ?
നമ്മൾ തമ്മിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. കാലത്ത് മുതൽ ഈ ട്രെയിനകത്തുണ്ടല്ലോ, കണ്ടു കാണും. ആ എക്സാക്ട്ലി. അതാണ് ഞാനിങ്ങനെ ഓരോ ജീവിതവും ഓരോ കാടാണ് ഭായ്. ഉള്ളിൽ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഈ കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. കളിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞും ഒരു പകൽ കഴിച്ചു. പക്ഷെ എന്തായിരിക്കും ഇവരുടെയൊക്കെ ഉള്ളിൽ? ആൻഡ്രൂസ്, ഡൂളി ആൻഡി, 2 മക്കൾ. മൂത്തവൻ ഹാർട്ട് പേഷ്യൻ്റാണ്. ട്രീറ്റ്മെൻറ്റിനാണ് ഈ യാത്ര. ഇപ്പോഴും ഫോൺ താഴെ വയ്ക്കാതെ വീട്ടുകാരുമായി വഴക്കിട്ടുകൊണ്ട് സൂസൻ. മുംബൈയിൽ നഴ്സാണ്, ഒപ്പം ക്യാൻസർ പേഷ്യൻറ്റും. ഉള്ള വീതം വാങ്ങിയേ പറ്റൂ. 2 പെൺമക്കളാണുള്ളത്, നീരജ്, അമല. 2 പേരും ഒരു പരിചയവും കാട്ടാതെ 2 സീറ്റിൽ. അവരുടെ പ്രണയത്തിന്, ഒളിച്ചോട്ടത്തിന് വാട്സപ്പിൻ്റെ തുണയുണ്ട്. നാഗമാണിക്യം തേടി രത്നഗിരിയിലേക്ക് നടരാജനും ചന്ദ്രാനന്ദനും. തൻ്റെ ആദ്യ സിനിമ അമ്മയെ കാണിക്കാൻ ആസാമിലേക്ക് പോകുന്ന മംഗൽ. പിന്നെ കൂടംകുളത്തെ മനുഷ്യരുടെ ദുർബലമായ വിലാപവും പേറി കേസ് നടത്താൻ മുംബൈക്ക് പോകുന്ന ഇടിന്തിക്കരെ ലൂർദ് മാതാ പള്ളിയിലെ വികാരി ഫാദർ ജേശുരാജൻ. ഇവർക്കിടയിൽ ഇതൊന്നും അല്ലാതെ നമ്മൾ 2 പേർ. നിങ്ങൾ ആസാമിൽ പോയിട്ടുണ്ടോ? എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ആസാമിലായിരുന്നു, വൈഫിൻ്റെയും. കല്യാണം കഴിഞ്ഞ് ഒരു തവണ ഞങ്ങൾ അവിടെ പോയി. 2 മാസം അവിടെ നിന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ ലാൻഡ്. അന്നാണ് ഭൂപൻ ഹസാരികയുമായി ഞാൻ പ്രണയത്തിലായത്. യു നോ, ഐ ആം ആൻ ആനിമേറ്റർ ബൈ പ്രൊഫഷൻ. ഭൂപൻ ബായിയുടെ 2 പാട്ടുകൾ ഞാൻ ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. Today, I met a man in the train. A suspicious guy. എനിക്ക് ഉറപ്പാണ്, ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയോ. বিস্তীর্ণ পারে অহংখ জনরে আহা